അപ്പോൾ വീണ്ടും നമ്മളൊരു പുതിയ സിനിമയിലേക്ക് കിടക്കുകയാണ്. ചത്ത പച്ച ആണ് സിനിമയുടെ പേര്. സിനിമ എന്താ പറയുക, ഗംഭീരമെന്ന് പറയാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സിനിമ കാണുന്ന സമയത്ത് വെറും എൻ്റർടൈൻമെൻറ്റ് മാത്രമേ നിങ്ങൾക്ക് ആവശ്യമുള്ളൂ. നിങ്ങൾക്ക് മറ്റ് കാര്യങ്ങളൊന്നും സിനിമയിൽ നിന്ന് ആവശ്യമില്ല എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കിട്ടും. നിങ്ങൾക്ക് ബോറടിക്കില്ല, നിങ്ങൾ സ്ക്രീനിൽ നിന്ന് മാറില്ല, സ്ക്രീനിൽ എൻഗേജ്ഡ് ആയിട്ടിരിക്കും. പക്ഷെ സിനിമ കഴിയുമ്പോൾ ആ സിനിമ നിങ്ങളുടെ കൂടെ വരില്ല. നിങ്ങൾ പലപ്പോഴും ആലോചിക്കും, എന്തിനായിരുന്നു ഇത്, എന്തായിരുന്നു ഇത്. WWF എന്ന് പറയുന്ന ഒരു ഗെയിം ഷോ ലോകമെമ്പാടും വളരെ പ്രശസ്തമാണ്. ഒരുപാട് ആരാധകരും. അങ്ങനെയുള്ള ഒരു സാധനം നമ്മുടെ കേരളത്തിൽ കൊച്ചിയിൽ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ നടത്തുകയാണെങ്കിൽ എങ്ങനെയിരിക്കും എന്നുള്ളതാണ് കഥ. പക്ഷെ അതിന് കാരണമായിട്ട് പറയുന്നത് അവരൊരു അലമ്പ് അല്ലെങ്കിൽ ഭയങ്കര ഇടുക്കരായിട്ടുള്ള ആൾക്കാർ, ഗുസ്തി ചെയ്യുന്ന ആൾക്കാരൊക്കെയാണ്. അതൊന്നും അറിയുന്നില്ല. WWF ഉണ്ടാകും. അങ്ങനെയുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് തന്നെ വേണമെന്ന് നിർബന്ധമില്ല. അതല്ലാതെയും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാമെന്നാണ് ഞാൻ കരുതുന്നത്. രണ്ട് മൂന്ന് കാര്യങ്ങൾ പ്രത്യേകിച്ച് പറയാം. ഒന്ന്, അതിന് മേക്കപ്പ് വിഭാഗം, ഡ്രസ്സ്, കോസ്റ്റ്യൂംസ്, ആ വിഭാഗം വളരെ മികച്ച രീതിയിൽ തന്നെ അത് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ എൻ്റെ കലാ സംവിധാനവും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പെർഫോമൻസസ് എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. എല്ലാവരും അധ്വാനിച്ച് ചെയ്തിട്ടുള്ള ഒരു സാധനം. എടുത്തു പറയേണ്ട വിശാഖ് നായരുടെ വില്ലൻ വേഷവും അയാളുടെ ചില നോട്ടങ്ങൾ, അതുപോലെ ചില ആക്സസറീസ് അയാൾ ഉപയോഗിച്ചിരുന്നത്, അതെല്ലാം വളരെ ശക്തവും വളരെ മനോഹരമായിട്ടുള്ള, ആ കഥാപാത്രം വളരെയധികം യോജിച്ച സാധനങ്ങളാണ്. കഥാപാത്രം നന്നായിട്ട് അയാൾ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പെർഫോമൻസുകൾ എടുത്തു പറയാതെ ഒരുപാട് പേരുണ്ട്. പ്രത്യേകിച്ച് ആ കുട്ടി റോഷൻ മാത്യു, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ അതിൽ ഇതുണ്ട്. അർജുൻ അശോകൻ്റെ ഒരുപാട് സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. കൂടുതലും പ്രേമവും കാര്യങ്ങളുമാണ് അതിൽ കൂടുതൽ. അതിൽ നിന്നൊക്കെ മാറിയ ഒരു സിനിമ ചെയ്യുന്ന രീതി അത് രസകരമായിരുന്നു. മാത്രമല്ല, പലപ്പോഴും ഭീമൻ അത് ഭ്രമയുഗത്തിൽ പോലും നമ്മൾ ആ ഒരു കൊച്ചി സ്ലാങ്ങിൽ നിന്ന് വിട്ടു നിൽക്കാൻ അയാൾ വളരെയധികം കഷ്ടപ്പെടുന്നുണ്ട്. ഇവിടെ അത് വേണ്ട എന്നുള്ളത് ഒരു പ്ലസ് പോയിൻ്റാണ്. കാരണം ഇത് കൊച്ചിക്കാരനാണ്, കൊച്ചിയിലെ നാട്ടിൻപുറത്തുകാരനാണ്, ആടനാണ്. അപ്പോൾ എന്താ സ്ലാങ് ആവും. ആ സ്ലാങ് മനോഹരമായിട്ട് ചെയ്തു. ഇതിലൊരു ക്യാമിയോ അപ്പിയറൻസായിട്ട് ശ്രീ ഭരത് മമ്മൂട്ടി വരുന്നുണ്ട്. മമ്മൂട്ടിയാണ് വരുന്നതെന്നുള്ളത് നമുക്ക് പടത്തിൻ്റെ തുടക്കത്തിൽ തന്നെ നമുക്കറിയാം. കാരണം അത് പറയുമ്പോൾ അതിൽ കുറേ കാരിക്കേച്ചേഴ്സ് കാണും. ഈ കാരിക്കേച്ചേഴ്സിൽ മമ്മൂട്ടി വ്യക്തമായിട്ട് നമ്മൾ മമ്മൂട്ടിയാണ് തിരിച്ചറിയും ഒന്ന്. പക്ഷെ അദ്ദേഹം വരുന്ന സമയത്ത് ആ കഥാപാത്രത്തിൻ്റെ വരവും ആ ബിൽഡപ്പും ഒക്കെ വളരെയധികം കൂടുതലായിരുന്നു. വന്നു കഴിഞ്ഞിട്ടുണ്ടാകുന്ന ആദ്യ ഡയലോഗിൽ നമുക്ക് ഇംപ്രഷൻ പോകുന്നു. അയാളൊരു കോമഡി കഥാപാത്രമായിട്ട് അവതരിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ളത് ശരിയായില്ല എന്ന് തന്നെയാണ് എനിക്ക്. കുറച്ചുകൂടി ഒരു ഗുരുവൊക്കെ ആവാമായിരുന്നു. ഉദാഹരണം പറഞ്ഞാൽ ബിഗ് ബിയിലൊക്കെ അവതരിപ്പിച്ച ആ ഒരു ബിൽഡപ്പാണ് സിനിമയിലുള്ളത്. അപ്പോൾ ആ ക്യാരക്ടറിനെ ആ രീതിയിൽ തന്നെ അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി നന്നായി.
പണ്ട് ഞങ്ങളുടെ നാട്ടിലെ ഒരു പോലീസുകാരൻ, മിന്നൽ സംതിങ് എന്താണ് അയാളുടെ പേര് കേൾക്കുമ്പോൾ നമുക്ക് ആ ഭീകരത തോന്നും. മാത്രമല്ല അയാൾ 6 അടി പൊക്കം, നല്ല നെഞ്ച് വിരിവും കൊമ്പും മീശയൊക്കെയുള്ള ആളാണ്. അപ്പോൾ അയാൾ SI ആയിട്ട് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ അവിടെയുള്ള ആൾക്കാരൊക്കെ ഒന്ന് കിട്ടി. ഒരു ദിവസം എല്ലാവരും കുറേ പേര് കൂടി കാശ് വെച്ച് ചീട്ട് കളിക്കുന്ന സമയത്ത് ഇയാൾ ജീപ്പിൽ പാസ് ചെയ്യും. ജീപ്പ് നിർത്തി ചാടി ഇറങ്ങി വീഴിച്ചു. ആ ചാടിയുള്ള ഇറക്കവും വരവും ഇയാളുടെ നെഞ്ചുവിരും ഇയാളുടെ പൊക്കവും ആ കമ്മീശയും ആ ഒരു ഗാംഭീര്യം കണ്ടപ്പോൾ എല്ലാവരും ചീട്ടും കാശൊക്കെ ഇട്ട് ഓടിക്കഴിഞ്ഞപ്പോൾ അയാൾ വിളിച്ചു പോയി എന്ന് പറഞ്ഞു. അതോടുകൂടി ആൾക്കാർക്ക് അതുവരെ ഉണ്ടായിരുന്ന ആ ഇമ്പ്രഷൻ മുഴുവൻ പോയി. കാരണം അയാളുടെ ശബ്ദം ഇത്രയേ ഉള്ളൂ, ആ ഭീകരത ലുക്കിൽ മാത്രമേ ഉള്ളൂ, വർക്കിലില്ല എന്നൊരു തോന്നി ആൾക്കാരുണ്ടായി. ഏകദേശം അതുപോലെയാണ് ഈ മമ്മൂട്ടിയുടെ പരവും. ഒരുപാട് ബിൽഡപ്പും കാര്യങ്ങളും ഉണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ശബ്ദം ആ സമയത്ത് വളരെ കോമഡി രൂപത്തിൽ വളരെ കോമിക്കലായിട്ടുള്ള ഒരു ശബ്ദമാണ് പുള്ളി ഡബ് ചെയ്യാൻ വെച്ചിട്ടുള്ളത്. പുള്ളി തന്നെയാണ് ഡബ് ചെയ്തില്ല. പക്ഷേ നമ്മൾ മറ്റേ രാജമാണിക്യത്തിലൊക്കെ കേട്ട ആ ശൈലിയിലുള്ള ശബ്ദം, എന്തിടേ എന്ന് പറയുന്ന പോലെയുള്ള ഒരു ശബ്ദമാണ് ഇതിലുള്ളത്. ഇവൻ വാട്ടണ കുട്ടികളെ തൊട്ട് കളിക്കുന്നോടാ എന്ന് ചോദിക്കുമ്പോൾ പോലും ആ ഗൗരവം നമുക്ക് ഫീൽ ചെയ്യില്ല. മമ്മൂട്ടി മോശമാണെന്നോ മോശമായിട്ടുണ്ടെന്നോ ഒന്നുമല്ല പറയുന്നത്, അദ്ദേഹത്തെ അവതരിപ്പിച്ച രീതി. എന്തായാലും ക്യാമറയായിട്ട് കൊണ്ടുവന്നു, ഒരുപാട് ബിൽഡപ്പിന് ശേഷമാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ ആ ക്യാരക്ടറെ ആ രീതിയിൽ അവതരിപ്പിക്കാമായിരുന്നു എന്ന് തോന്നും. പ്രത്യേകിച്ച് മറ്റുള്ള കഥാപാത്രങ്ങളൊക്കെ അങ്ങനെ അവതരിപ്പിക്കും. ഇപ്പം ഞാൻ പറഞ്ഞ അർജുന അശോകൻ്റെ ഇൻട്രൊഡക്ഷനൊക്കെ ഒരു പ്രത്യേക രീതിയിൽ. അതേപോലെ റോഷൻ മാത്യു, അയാളുടെ ഇൻട്രൊഡക്ഷൻ ആ രീതിയിലാണ്. അയാളെ അപ്പിയർ ചെയ്യുമ്പോഴും ആ ഒരു എന്താ പറയുക വൈബ് നമ്മളിലൂടെ. വിശാഖ് നായരായാലും ഒക്കെ ആ ഒരു വൈബ് തന്നെയാണ് ആൾ. പക്ഷെ മമ്മൂട്ടിയിൽ നിന്ന് നമ്മൾ അങ്ങനൊരു വൈബല്ല ഉൾക്കൊള്ളുന്നു. അതൊരു മുഴച്ചു നിൽക്കാനായിട്ട് തന്നെ എനിക്ക് അനുഭവപ്പെട്ടു. സിനിമ ഒരു എൻ്റർടൈൻമെൻറ്റ് വാല്യൂവിൽ നോക്കുകയാണെങ്കിൽ നല്ല എൻ്റർടൈൻമെൻറ്റാണ്. വേറെ ഒന്നും ആലോചിക്കേണ്ട, അതിൽ ആ സ്പിരിറ്റിൽ ഇരുന്ന് കാണും, അത്രയേ ഉള്ളൂ. നിങ്ങളെ കൂടെ ആ സിനിമ വരില്ല, നിങ്ങൾ ആ സിനിമയിലേക്കില്ല. പേര് പെടുത്തേ ചാട്ട പച്ച.